എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ ഗോബിളിനും ഗ്രിം റീപ്പറും കൂടി ചേർന്നിട്ട് സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ നമ്മളുടെ ഗോബിളും ഭയങ്കര ഇമോഷണൽ ആയിട്ട് സണ്ണിയുടെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. നീ കഴിഞ്ഞ ജന്മത്തിൽ ഗോറിയുടെ രാജകുമാരി ആയിരുന്നു എന്ന് ഇതൊക്കെ കേൾക്കുന്ന സണ്ണിക്കൊന്നും മനസ്സിലാവത്തില്ല. അവള് ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഗോബിളിനാണെങ്കിൽ വന്നിട്ട് സണ്ണിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും. ഇതൊക്കെ കാണുന്നത് സണ്ണിക്കങ്ങ് ഒരുമാതിരി ആയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ യൂൺടെക്കിനെയാണ്. അവളുടെ അടുത്താണെങ്കിൽ നമ്മളുടെ ദോക്കോ വന്നിട്ട് പറയും, അതായത് ഗ്രിം റീപ്പറിനാണെങ്കിൽ ആരെങ്കിലും കൈ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കും നമ്മുടെ ഗോബിളിനാണെങ്കിൽ ഗ്രിം റീപ്പറിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ ഇനി മുതൽ സണ്ണിനെ കാണാനോ അവളെ ഡേറ്റ് ചെയ്യാനോ പാടില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന്. ഞാൻ ഇനി മുതൽ സണ്ണിയുടെ എല്ലാ കാര്യത്തിലും ഇടപെടും എന്നൊക്കെ അവൻ പറയും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സണ്ണിയാണെങ്കിൽ യൂൺടെക്കിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അങ്ങനെ ഇവളുമാർ രണ്ടുപേരോട് ചേർന്നിട്ട് ഗോബിളിൻ്റെയും ഗ്രിം റീപ്പറിൻ്റെ മുമ്പിലായിട്ട് എത്തും. എന്നിട്ട് നമ്മുടെ സണ്ണി അവളുടെ മൈൻഡിലുണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കും. അല്ല, ഞാനാണ് നിങ്ങളുടെ അനിയത്തിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? എൻ്റെ കഴിഞ്ഞ ജന്മം ഇതാണ് എന്ന്. അവിടെ നമ്മളുടെ ഗോബിളിനാണെങ്കിൽ അവനറിയാവുന്ന എല്ലാ സ്റ്റോറീസും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ നമ്മുടെ ഗോബിളിൻ്റെ അനിയത്തിക്കാണെങ്കിൽ ആ രാജാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ അവനൊരു മന്ദബുദ്ധി ആയതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് അവൻ്റെ അങ്കിൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് മാത്രമേ വിശ്വസിക്കാൻ റെഡി ആയിരുന്നുള്ളൂ. ഇവളവനെ പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങളുടെ യഥാർത്ഥ ശത്രു നിങ്ങളുടെ അങ്കിൾ തന്നെയാണെന്ന്. എന്നാൽ നമ്മുടെ രാജാവ് ചോദിക്കുന്നത്, നിനക്ക് ഞാനാണോ വലുത് നിന്റെ ചേട്ടനാണോ വലുത് എന്നാൽ നമ്മളുടെ ഈ അനിയത്തിയാണെങ്കിൽ അവളുടെ ചേട്ടനെ തന്നെ ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവൾ മരിച്ചു പോയത്. ഈ കഥയൊക്കെ കേൾക്കുന്നത് നമ്മുടെ സണ്ണിയുടെ നെഞ്ചിൽ ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങും. അവൾക്ക് തന്നെ മനസ്സിലാവത്തില്ല അവൾക്ക് എന്തായി ഫീൽ ചെയ്യുന്നതെന്ന്. അവൾ അവിടെ ചോദിക്കും, അപ്പോൾ ആ രാജാവ് പുനർജനിച്ചിട്ടില്ലേ എന്ന്. എന്നാൽ നമ്മുടെ ഗോബിളും പറയും, അതിനെപ്പറ്റി എനിക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല. അവൾ ചോദിക്കും, ഈ പെയിന്റിങ് ആരാ വരച്ചത് എന്ന്. അപ്പോൾ നമ്മുടെ ഗോബിളും പറയും, അതാ രാജാവ് തന്നെയാണ്. ഈ പെയിന്റിങ്ങിൽ അവന്റെ എല്ലാ ഫീലിങ്സും ഉണ്ട് എന്ന്. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുന്ന സണ്ണിക്കങ്ങ് ഒരുമാതിരിയാവും. അവള് വയ്യാതാവും. അവളെ ടേക്ക് കെയർ ചെയ്യുന്നത് തന്നെ നമ്മുടെ യൂൺടെക്കാണ്. അവളെ നല്ലതുപോലെ ശുശ്രൂഷിച്ചിട്ട് പുറത്തോട്ട് വരുന്നതും അവിടെയായിട്ട് ഗോബിളും വെയിറ്റ് ചെയ്യുമായിരുന്നു. അവൻ അങ്ങനെ യൂൺടെക്കിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല, ഞാനൊരു വിഷം കണ്ടായിരുന്നു ഫ്യൂച്ചറിൽ നീ ഒരുത്തൻ്റെ കൂടെ കാനഡയിൽ കഫേയിൽ ഇരിക്കുന്നതായിട്ട്, അതാരാ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ ഒന്നും പറയാൻ റെഡി ആവത്തില്ല. പിന്നീട് കാണിക്കുന്നത് യൂൺടെക്കിന്റെ കോളേജ് ഡേയ്സ് ആണ്. അവളാണെങ്കിൽ അവിടെ നല്ലതുപോലെ ഫോട്ടോയൊക്കെ എടുക്കും. അവക്കെല്ലാം നല്ലതുപോലെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ സണ്ണിനെ മീറ്റ് ചെയ്യാൻ വരുന്നതാണ്. അവനാണെങ്കിൽ അവൾക്ക് അവിടെ പൂവ് കൊടുക്കും. എന്നിട്ട് പറയാം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്ന്. ഇവിടെ സണ്ണി വീണ്ടും അവന്റെ പേര് ചോദിക്കും. എന്നാൽ നമ്മുടെ ഗ്രിം റീപ്പറിന് അതൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗോബിളിനും ഗ്രിം റീപ്പറും കൂടി ഇരിക്കാൻ നേരത്ത് ഗ്രിം റീപ്പർ വന്നിട്ട് നമ്മുടെ യൂൺടെക്കിന്റെ ആ ഒരു ഡെത്ത് കാർഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. എന്നിട്ട് അവൻ പറയും, 2 ആഴ്ച കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരെണ്ണത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു പോവുകയെന്ന്. നിനക്ക് പോലും അവളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇത് കേൾക്കുന്നതും നമ്മുടെ ഗോബിളും ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു. അവൻ ഇക്കാര്യം വന്നിട്ട് നമ്മളുടെ യൂൺടെക്കിന്റെ അടുത്ത് തുറന്നു പറയും, അതായത് ഇങ്ങനെയാണ് സംഭവം, നീ എൻ്റെ വാളെടുത്തില്ല എന്നുണ്ടെങ്കിൽ നീ മരിച്ചു പോകുമെന്ന്. ഇത് കേൾക്കുന്ന യൂൺടെക്കിന് ഇപ്പോൾ എന്ത് ചൂസ് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ല. അവൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അവൾക്ക് മരിക്കാനും വയ്യ, എന്നാൽ നമ്മുടെ ഗോബിളിന്റെ നെഞ്ചിലുള്ള വാളെടുക്കാനും വയ്യ. അവനും മരിച്ചു പോവത്തില്ലേ? അവൾ അങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നേ. ഗോബിളും പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്നെ എന്ത് വില കൊടുത്തും ഞാൻ രക്ഷിക്കും. നീ എന്നെ എപ്പോഴും സമ്മോൺ ചെയ്താൽ മാത്രം മതി എന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂൺടെക്ക് പുറത്തോട്ട് പോകുന്നതാണ്. അവിടെ നമ്മുടെ ഗോബിളും ഭയങ്കര ടെൻഷനിലാവും. അവിടെ യൂൺടെക്ക് പറയും, ഇതിനെയല്ലേ ജീവിതം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും മരിക്കും എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ? ഇന്നത്തെ ഈ ഒരു മൊമെന്റിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതിനെയാണ് ലൈഫ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അവൾ എപ്പോഴും നമ്മളുടെ ഗോബിളിനെ ഇങ്ങനെ സമ്മോൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ആ റെസ്റ്റോറൻറ്റിലായിട്ട് വരുന്നതാണ്. അവനാണെങ്കിൽ ആ റിങ് കൊടുക്കാനാ വന്നേക്കുന്നത്. അങ്ങനെ റിങ് വെക്കാനായിട്ട് വരുന്നതും റിങ് പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴും. അവനാണെങ്കിൽ നോക്കാൻ നേരത്ത് സണ്ണി നടന്നു വരുന്ന കാണുന്നേ അവൻ വേഗം തന്നെ അവന്റെ കയ്യിലുള്ള തൊപ്പി എടുത്തങ്ങ് വെക്കും. എന്നാൽ സണ്ണി ആണെങ്കിൽ അവിടെ എത്തുന്ന അവൾക്ക് മനസ്സിലാവും ഇവിടെയായിട്ട് ഗ്രിം റീപ്പർ ഉണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ അവള് കയ്യിലിരുന്നൊരു സംഭവം എടുത്ത് അവന്റെ തൊപ്പി അങ്ങ് അടിച്ച് തെറിപ്പിക്കും. നമ്മളുടെ ഗ്രിം റീപ്പർ അവിടെ പ്രത്യക്ഷപ്പെടും. ഇത് കാണുന്നതും സണ്ണി ഭയങ്കര ഷോക്കായിരുന്നു. അവൾക്ക് മനസ്സിലാവും ഇത്രയും നാളും അവൾ ചോദിച്ചതിന് അവന്റെ കയ്യിൽ ആൻസർ ഇല്ലാത്തതിന്റെ റീസൺ എന്തുവാ എന്ന്. അവൾ ചോദിക്കും, നീ ആരാ എന്ന്. അപ്പോൾ നമ്മുടെ ഗ്രിം റീപ്പർ പറയും, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഗ്രിം റീപ്പർ ആണ് എന്ന്. ഇത് കേൾക്കുന്നതും സണ്ണി ഷോക്കാവും. ഇവരുടെ ബന്ധം ഇവിടെ വെച്ചിട്ട് അവസാനിക്കും. പിന്നീട് കാണിക്കുന്ന യൂൺടെക്ക് ഇങ്ങനെ കോളേജ് കഴിഞ്ഞിട്ട് വരാൻ നേരത്ത് അവളുടെ പുറകെയായിട്ട് കുറച്ച് ആത്മാക്കൾ കൂടിയേക്കുന്നതാണ്. അതിനകത്തൊരു ആത്മാവ് നമ്മുടെ യൂൺടെക്കിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കും, അവളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് പകരം വീട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ യൂൺടെക്ക് അതിന് സമ്മതിക്കും. അവൾ അങ്ങനെ ഈ പെണ്ണിന്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ ഇവൻ തന്നെയാണ് ഈ പെണ്ണിനെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത്. യൂൺടെക്ക് ആണെങ്കിൽ ഈ ആത്മാവിന് എന്തൊക്കെയാണോ പറയാനുള്ളത് അതെല്ലാം അവളുടെ ആ ഹസ്ബൻഡിന്റെ അടുത്ത് നമ്മുടെ യൂൺടെക്ക് എന്ന് സംസാരിക്കും. എന്നാൽ ഇവൻ ഭയങ്കര വില്ലനായിരുന്നു. ഇവൻ നമ്മുടെ യൂൺടെക്കിനെയും അതിന്റെ മണ്ടേന്ന് തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൺടെക്ക് ഗോബിളിനെ ആവാഹിക്കുന്നത് അവൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നിട്ട് ഇവനെ നല്ലതുപോലെ ശരിയാക്കും. എന്നിട്ട്
അവൻ്റെ അടുത്ത് പറയും നീ പോയി പോലീസിൻ്റെ അടുത്ത് എല്ലാം കൺഫസ് ചെയ്യണം എന്ന്. ഇവിടെ നമ്മളുടെ ഗോബിളിനാണെങ്കിൽ ആ ആത്മാവിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ നമ്മുടെ യൂട്ടക്കിൻ്റെ അടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് പോവും. അവൾക്കിപ്പോൾ ശാന്തി കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഗോബിളിന് ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. യൂട്ടക്ക് വന്നിട്ട് അവനെ സമാധാനിപ്പിക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ ഗോബിളിൻ പറയും എനിക്ക് യഥാർത്ഥത്തിൽ നല്ല ടെൻഷനാണ് ഉള്ളത് നിന്റെ കാര്യം ആലോചിച്ചിട്ട് എന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ അവന്റെ കൂടെ ഉള്ളൊരു ഗ്രിം റീപ്പറായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതാണ്. അതായത് ഇവനാണെങ്കിൽ മരിച്ചുപോയൊരു ആത്മാവിനെ കണ്ടായിരുന്നു. അവനാണെങ്കിൽ ഗ്രിം റീപ്പറിനെ പേടിയേ ഇല്ല. അവൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് ഇപ്പോൾ കുറേ കാലമായി എന്നാ തോന്നുന്നേന്ന്. ഇതേ കാര്യം തന്നെ കുറെ ആത്മാക്കൾ ഇരുന്നിട്ട് നമ്മുടെ യൂട്ടക്കിൻ്റെ അടുത്തും പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ആ ആത്മാവ് കയറി വരും. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഗോബിളിന്റെ ആ രാജാവില്ലായിരുന്നോ, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ അങ്കിള് തന്നെയാണ്. അവൻ വന്നിട്ട് യൂട്ടക്കിൻ്റെ അടുത്ത് വന്ന് ഹായ് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും. യൂട്ടക്കിന് ഇവനെ കാണുന്നേം പേടിയാവും. അവളാണെങ്കിൽ ഇവനെ കണ്ടപ്പോൾ അവൻ പോലും കാണിക്കത്തില്ല. ഈ ആത്മാവിന് മനസ്സിലായിട്ടുണ്ട് അതായത് ഗോബിളിന്റെ ബ്രൈഡാണ് ഇവള് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഗ്രിം റീപ്പറിനെയാണ്. അവനാണെങ്കിൽ നല്ലതുപോലെ ആഗ്രഹമുണ്ട് അവന്റെ കഴിഞ്ഞ ജന്മം ഏതായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൻ ഇക്കാര്യം വന്നിട്ട് നമ്മുടെ ഗോബിളിന്റെ അടുത്ത് പറയും. അപ്പൊ ഗോബിളും പറയും നീ ഒരു കാര്യം ചെയ്, സണ്ണിയുടെ കൈ പിടിച്ചിട്ട് അവളുടെ കഴിഞ്ഞ ജന്മത്തിൽ അവൾ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് പറയാന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗ്രിം റീപ്പർ പറയും അവളുടെ കൈ പിടിച്ചപ്പോൾ ഞാൻ അവളുടെ കഴിഞ്ഞ ജന്മം കണ്ടു, അവള് ഭയങ്കര സുന്ദരിയായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗോബിളിന് അങ്ങ് ഒരുമാതിരിയാവും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ യൂട്ടക്ക് വരും. അവളുടെ കയ്യിലായിട്ട് ഗോബിളിന്റെ ഡയറി ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ഈ ഡയറി നമ്മുടെ ഗ്രിം റീപ്പറിനെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഗോബിളിന് ആ ഡയറി അങ്ങ് വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ചോദിക്കും നിനക്കിത് ആരാ തന്നത് എന്ന്. നമ്മളുടെ യൂട്ടക്ക് പറയും എന്നോട് ദോക്കുക പറഞ്ഞല്ലോ ഇതിനകത്ത് എന്താണ് എന്ന്. അവൻ എനിക്കിത് വായിച്ചു കേൾപ്പിച്ചു. പെട്ടെന്ന് തന്നെ ഗോബിളിൻ ഭയങ്കര ഷോക്കാവും. എന്താന്ന് വെച്ചാൽ ഈ ലെറ്റേഴ്സ് അവന് മാത്രമേ വായിക്കാൻ പറ്റൂ. അതായത് ഇത് എഴുതി വെച്ചത് തന്നെ നമ്മുടെ യൂട്ടക്കിന് വേണ്ടിയിട്ടാണ്, അവന്റെ ഫസ്റ്റ് ലവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മളുടെ ദോക്കുവയ്ക്ക് വായിക്കാൻ പറ്റും? ഇത് കേൾക്കുന്ന ഗ്രിം റീപ്പറിന് ഒരു കാര്യം ഓർമ്മ വരും. അതായത് മുന്നേ ഒരിക്കൽ നമ്മുടെ ദോക്കുവ വന്നിട്ട് ഗ്രിം റീപ്പറിന്റെ അടുത്ത് ആൾക്കാരുടെ മെമ്മറീസ് വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലായിരുന്നോ? അവൻ എങ്ങനെ അറിയാം നമ്മുടെ ഗ്രിം റീപ്പറിന് അതിനുള്ള കഴിവുണ്ട് എന്ന്? പെട്ടെന്ന് തന്നെ അവരിങ്ങനെ പല കാര്യങ്ങളും കണക്ട് ചെയ്ത് വേഗം തന്നെ ദോക്കുവനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ ഒരു മാജിക്കലായിട്ടുള്ളൊരു സംഭവം തന്നെ നടക്കും. അപ്പോൾ അവർ ചോദിക്കും നീ യഥാർത്ഥത്തിൽ ആരാ എന്ന്. അവിടെ നമ്മുടെ ദോക്കുവ പറയും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഭയങ്കര പരാതിയല്ലായിരുന്നോ, ഗോബിളിൻ ആഗ്രഹിച്ചത് മരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്, ഞാൻ നിനക്ക് അതിനു വേണ്ടി ഒരു ചാൻസും തന്നു. അതേപോലെ തന്നെ ഗ്രിം റീപ്പർ നീ കഴിഞ്ഞ ജന്മത്തിൽ എന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മകളൊന്നും വേണ്ട എന്ന്, എന്നിട്ട് ഞാൻ അത് സാധിച്ചു തന്നു. ഇത്രയും പറഞ്ഞിട്ട് അവൻ സ്വന്തമായിട്ട് പോയിന്റ് ചെയ്തിട്ട് പറയും ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് ഞാൻ പ്രവേശിച്ചത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. പെട്ടെന്ന് തന്നെ ദോക്കുവ ബോധം കെട്ടങ്ങ് വീഴും. അവിടെ നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ദോക്കുവയുടെ ദേഹത്ത് വന്നത് വേറെ ആരുമല്ല ദൈവം തന്നെയാന്ന്. ദോക്കുവ തന്നെയാണ് നമ്മുടെ ഗോബിളിനെയും ഗ്രിം റീപ്പറിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തത്. നമ്മളുടെ യൂട്ടക്കിനെ അടുപ്പിച്ചതും അവനാണ്. അതേപോലെ തന്നെ ഗ്രിം റീപ്പറിന്റെ മുമ്പിലായിട്ട് ആ പെയിന്റിങ് കൊണ്ടുവന്നത്. അങ്ങനെയുള്ള പല പല ഇൻസിഡൻസ് വന്നത് ദോക്കുവ വഴി തന്നെയാണ്. ദോക്കുവ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്തുവാ അവനൊന്നും തന്നെ ഓർമ്മയില്ല. അവൻ ചോദിക്കും ഇവിടെ എന്തുവാ നടക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ ഗ്രിം റീപ്പറിന് ദോക്കുവയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ആ ഡെത്ത് കാർഡ് കിട്ടുന്നതാണ്. അത് അവൻ കൊണ്ടുവന്ന് നമ്മുടെ ഗോബിളിനെ കാണിക്കും. അപ്പൊ ഗോബിളിൻ പറയും എന്തായിരുന്നാലും നീ ലാസ്റ്റ് മൊമെന്റിൽ അയാളുടെ അടുത്ത് എന്റെ വക എല്ലാ താങ്ക് യും പറയണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂട്ടക്കിനും അങ്ങ് ഒരുമാതിരിയാവും. യഥാർത്ഥത്തിൽ നമ്മുടെ ഗോബിളിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഗോബിളിന്റെ യഥാർത്ഥ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ഈ ഗ്രാൻഡ് ഫാദറിനായിരുന്നില്ലേ. അവൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. ഇക്കാര്യം നമ്മളുടെ ദോക്കുവ അറിയും. അവനും ഭയങ്കര സങ്കടമായിരുന്നു. അവൻ ഭയങ്കര ഇമോഷണൽ ആവും. ഗോബിളിൻ വന്നിട്ട് നമ്മുടെ ദോക്കുവനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്റെ കൂടെ നിന്റെ ഈ അങ്കിളുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ ഗ്രാൻഡ് ഫാദറിന്റെ മാനേജറിനെയാണ്. അയാൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഗ്രാൻഡ് ഫാദർ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് തന്നെ ഈ സ്വത്തുക്കളുടെ എല്ലാം യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് നമ്മളുടെ ഗോബിളിൻ തന്നെയാണ്, അവനുള്ളതാണ് എല്ലാം എന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ദോക്കുവയാണെങ്കിൽ ആ കമ്പനിയിൽ ഒരു എംപ്ലോയിനെ പോലെ വർക്ക് ചെയ്യുന്നയാ. അവൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടായിരുന്നു നിൽക്കുന്നത്. ദോക്കുവയാണെങ്കിൽ ഗോബിളിന്റെ അടുത്ത് പറയും എന്നോട് എൻ്റെ അപ്പൂപ്പൻ പണ്ട് പറഞ്ഞത് എനിക്കിപ്പോൾ മനസ്സിലായി, ഞാനിനി നിങ്ങളുടെ അച്ഛനായിട്ടും മുതുമുത്തച്ഛനായിട്ടും ബ്രദറായിട്ടും എപ്പോഴും കൂടെ കാണൂ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഗോബിളിനാണെങ്കിൽ അവിടുന്ന് ഒരു റെസ്യൂം കിട്ടും. അത് കാണുന്നവൻ ഭയങ്കര ഷോക്കായിരുന്നു. ഇത് വേറെ ആരുമല്ല നമ്മളുടെ ഗോബിളിന്റെ കഴിഞ്ഞ ജന്മത്തിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ. അയാൾ തന്നെയാണ് നമ്മളുടെ ഗോബിളിന്റെ നെഞ്ചിലായിട്ട് വാള് കുത്തി ഇറക്കിയത്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗോബിളിന് ഇയാളുടെ ഇന്റർവ്യൂ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇയാൾക്കാണെങ്കിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ആ മാനേജർ ചെയ്തു കൊടുക്കും. ഒരു ഫ്ലാറ്റ് കൊടുക്കും, ഒരു കാറ് കൊടുക്കും, കൂട്ടത്തിൽ തന്നെ ഗോബിളിന് എഴുതിയ ഒരു ലെറ്ററും കൊടുക്കും. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജനിക്കാൻ പോകുന്ന മോന്റെ പേരായിരുന്നു. എന്നിട്ട് പറയും അവനായിരിക്കും അടുത്ത തവണയുള്ള ഈ കമ്പനിയുടെ CEO എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് അയാൾ ഭയങ്കര ഷോക്കായിരുന്നു. അയാൾ ചോദിക്കും എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. അപ്പൊ നമ്മളുടെ മാനേജർ പറയും നിങ്ങൾ നല്ലതുപോലെ
ഇന്റർവ്യൂ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തരുന്നത് എന്ന്. കൂട്ടത്തിൽ തന്നെ പറയും, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി വലിയൊരു കാര്യമാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന്. പിന്നീട് കാണിക്കുന്ന ഗോബ്ലിനാണെങ്കിൽ നമ്മുടെ യൂണ്ടക്കിന് ഒരു നെക്ലസ് കൊടുക്കുന്നതാണ്. അവളാണെങ്കിൽ ഇന്ന് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. ഈ നെക്ലസ് എന്ന് പറയുന്നത് ഗോബ്ലിനാണെങ്കിൽ കാനഡയിൽ പോയി വാങ്ങിയിട്ട് വന്നതാ. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂണ്ടക്ക് ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് അവളെ കാണാൻ വേണ്ടിയിട്ട് ആ അങ്കിളായിട്ടുള്ള ആത്മാവില്ലേ, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള അയാൾ വരുന്നതാണ്. ഇവളാണെങ്കിൽ ഇപ്പോഴും അയാളെ കണ്ടിട്ട് മൈൻഡ് ആക്കത്തില്ല. എന്നാൽ അയാൾ വന്നിട്ട് പറയും, ഗോബിളിന്റെ നെഞ്ചിലിരിക്കുന്ന ആ വാള് ആര് കൊടുത്തതാന്ന് നിനക്കറിയാവോ? അത് ആ രാജാവ് തന്നെയാണ് കൊടുത്തത്. ഇപ്പൊ ആ രാജാവ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂണ്ടക്കാണെങ്കിൽ അയാളോട് സംസാരിക്കാൻ റെഡിയാവും. അപ്പൊ അയാൾ പറയും, ആ രാജാവ് എന്ന് പറയുന്ന വേറെ ആരുമല്ല, നിങ്ങളുടെ കൂടെയുള്ള ആ ഗ്രിം റീപ്പർ തന്നെയായെന്ന്. ഇത് കേൾക്കുന്ന യൂണ്ടക്ക് പറയും, ഒരിക്കലുമല്ല, എനിക്കറിയാവുന്ന ഗ്രിം റീപ്പറിന്റെ പേര് തന്നെ വേറെയാ എന്ന്. എന്നാൽ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ഗോബിളിനെ കൊല്ലാൻ നോക്കിയ രാജാവിന്റെ കൂടെയാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് എന്ന്. ഇത് കേട്ട് നമ്മളുടെ യൂണ്ടക്ക് ഒന്നും മിണ്ടാണ്ടങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന ഗ്രിം റീപ്പർ വന്നിട്ട് യൂണ്ടക്കിന്റെ അടുത്ത് സംസാരിക്കുന്ന അവൻ പറയും, എനിക്ക് നല്ല ഡൗട്ടുണ്ട്, ഞാനൊരു പക്ഷേ ഗോബിളിന്റെ പഴയ കാലമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ എന്ന്. ഇവിടെ സണ്ണി പുനർജനിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള 2 പേരാണ്, ഒന്നാ രാജാവും ഒന്നാ രാജാവിന്റെ അങ്കിളും. ഇവരെ 2 പേരെയും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ യൂണ്ടക്കിന് ഓർമ്മ വരുന്നത് ആ അങ്കിൾ ആത്മാവ് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഗ്രിം റീപ്പർ തന്നെയാണ് ആ രാജാവ് എന്ന്. എങ്കിലും അവൾ അതൊന്നും അവിടെ പറയാൻ വേണ്ടിയിട്ട് നിൽക്കത്തില്ല. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നേ. എന്നിട്ട് അവൻ പറയും, ഞാൻ നിന്നെ കിസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ കഴിഞ്ഞ ജന്മത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും എന്ന്. ഇത്രയും പറഞ്ഞ് നമ്മളുടെ ഗ്രിം റീപ്പർ അവളെ കിസ് ചെയ്യും. നമ്മുടെ സണ്ണിക്കാണെങ്കിൽ നല്ലതുപോലെ ഓർമ്മ വരും. അതായത് അവളുടെ കഴിഞ്ഞ ജന്മം മൊത്തം അവിടെയാണെങ്കിൽ നമ്മളുടെ ഗോബ്ലിൻ തന്നെയാണ് അവളുടെ ബ്രദർ. അതേപോലെ തന്നെ അവൾക്ക് ഓർമ്മ വരും അവളുടെ ഹസ്ബൻഡ് ആരാ എന്ന്. അവിടെയാണെങ്കിൽ ആ ഹസ്ബൻഡ് ആയിട്ടുള്ള രാജാവ് പറയും, നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം, നീ എന്നെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന്. അവിടെ നമ്മളുടെ ആ പെണ്ണ് പറയുന്നത് തന്നെ, ഞാൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, എന്നാൽ നിങ്ങളുടെ കണ്ണിൽ ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരുപാട് എൻ്റെ അനിയത്തി മാത്രമാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം അവൾ ചൂസ് ചെയ്യുന്നത് അവളുടെ ബ്രദറിനെ തന്നെ. അവിടെ അവൾക്ക് ക്ലിയർ ആവും, അതായത് അവളുടെ രാജാവ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ ഗ്രിം റീപ്പർ തന്നെ എന്ന്. അവൾ കണ്ണു തുറന്നിട്ട് പറയും, എനിക്കിപ്പോൾ എല്ലാം ഓർമ്മ വന്നു, എൻ്റെ ചേട്ടനെയും എൻ്റെ ഹസ്ബൻഡിനെയും എനിക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുമെന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഗ്രിം റീപ്പർ അവിടെ പറയും, നീ നിനക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് മാത്രം ഓർത്തു വെച്ചാൽ മതി, ബാക്കിയെല്ലാം നീ മറന്നു പോട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് പോവും. സണ്ണി അവിടെ നിന്ന് കരയും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ഗോബിളിനാണെങ്കിൽ സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ഷോപ്പിൽ വരുന്നതാ. സണ്ണി അവിടെ പറയും, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാവേന്നാ നിങ്ങളോട് വാക്ക് പറഞ്ഞത്, പക്ഷെ എനിക്കതിന് പറ്റിയില്ല എന്നും പറഞ്ഞ് അവൾ ഓടി വന്ന് ഗോബിളിനെ കെട്ടിപ്പിടിക്കും. പെട്ടെന്ന് തന്നെ ഗോബിളിന് മനസ്സിലാവും സണ്ണിക്ക് പഴയ കാലത്തുള്ള എല്ലാം ഓർമ്മ വന്നു, അവള് തന്നെയാണ് നമ്മളുടെ ഗോബിളിന്റെ അനിയത്തി എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗ്രിം റീപ്പറും അതേപോലെ തന്നെ ഡോക്കുവയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. നമ്മുടെ ഗ്രിം റീപ്പറിന് പെട്ടെന്ന് തന്നെ അവന്റെ നെഞ്ചിലായിട്ട് ഒരു വേദന വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഡോക്കു അതിനെ പറ്റി തിരക്കും. അപ്പോൾ നമ്മളുടെ ഗ്രിം റീപ്പർ പറയും, മുന്നേ ഒരിക്കൽ എനിക്ക് ഇതേപോലെ വേദന വന്നിരുന്നു എന്ന്. ആ സമയത്ത് ഡോക്കുവ പറയും, ആ ടൈമിൽ ഞാനും ഗോബിളിനും ഒരു അമ്പലത്തിലായിട്ട് പോയിരുന്നു, അവിടെ ചെന്നിട്ട് അവനാണെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ലാൻഡ് പറത്തിയായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗ്രിം റീപ്പർ ഷോക്കാവും. അതേപോലെ തന്നെ നമ്മുടെ ഗോബിളിനും യൂണ്ടക്കും കൂടി കാറിൽ പോകുമായിരുന്നു. യൂണ്ടക്ക് അവിടെ പറയും, ഞാനൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആത്മാവിനെ കണ്ടു, അയാൾ എന്നോട് വന്ന് സംസാരിച്ചു, ഞാൻ ആദ്യമേ വിചാരിച്ചത് ഒരു ഈവിൾ സ്പിരിറ്റ് ആണ് എന്നാൽ അയാൾ എന്നോട് സംസാരിച്ചത് വെച്ചിട്ട് മനസ്സിലായി അയാളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസിലുണ്ടായിരുന്ന ആ രാജാവിന്റെ അങ്കിളാണ് എന്ന്. ഇത് കേൾക്കുന്നതും ഗോബിളിൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അങ്ങനെ അവൻ വേഗം തന്നെ ഈ ആത്മാവിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവന്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കും. ഉടനെ ആ അങ്കിൾ ആത്മാവ് പറയാൻ തുടങ്ങും, നീ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഭയങ്കര മന്ദബുദ്ധിയാണ്, നിന്റെ കൂടെയുള്ള നിനക്ക് ഈ വാള് തന്നെ ആളിനെ നീ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് അയാൾ പറയും, അത് വേറെ ആരുമല്ല, നിന്റെ കൂടെ താമസിക്കുന്ന ആ ഗ്രിം റീപ്പർ തന്നെയാണ് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയ ആ രാജാവ് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗോബിളിൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അപ്പോൾ അവന് പല കാര്യങ്ങളും ഓർമ്മ വരും. യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രിം റീപ്പറിന് ഒന്നും ഓർമ്മയില്ലെങ്കിലും അവനാണെങ്കിൽ പഴയതുമായിട്ട് റിലേറ്റ് ആയ എന്ത് സംഭവം കണ്ടാലും ആ ഇമോഷൻസ് അപ്പോഴും തന്നെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗോബിളിൻ വേഗം തന്നെ ഗ്രിം റീപ്പറിനെ തേടി ഇറങ്ങും. എന്നാൽ അവനെ അവിടെ എങ്ങും കാണത്തില്ല. ഗ്രിം റീപ്പർ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗോബിളിൻ ഏത് അമ്പലത്തിലാണോ എപ്പോഴും വരുന്നത് ആ അമ്പലത്തിലായിട്ട് വന്ന് നിൽക്കുവാണ്. അവിടുത്തെ ആ ഒരു നെയിം പ്ലേറ്റ് കാണുന്നതും അവൻ ഓർമ്മ വരും, അതായത് നമ്മുടെ ഗ്രിം റീപ്പർ തന്നെയാണ് പണ്ടത്തെ ആ രാജാവ് എന്ന്. ഗോബിളിനാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുക. സണ്ണി എടുത്ത് ചോദിക്കും, യഥാർത്ഥത്തിൽ ഗ്രിം റീപ്പർ തന്നെയാണോ പണ്ടത്തെ ആ രാജാവ് എന്ന്. ഇവിടെ നമ്മളുടെ സണ്ണി ഗ്രിം റീപ്പറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. നമ്മളുടെ ഗോബിളിൻ വേഗം തന്നെ അവൻ എപ്പോഴും വരുന്ന അമ്പലത്തിലോട്ടായിട്ട് വരും. അവിടെ നമ്മളുടെ ഗ്രിം റീപ്പർ നിൽക്കുമായിരുന്നു. അവനെ കാണുന്നതും പറയും, രാജാവിന്റെ മുമ്പിലായിട്ട് അടിയൻ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവന്റെ കൊങ്ങ കയറി പിടിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്.
ഇഷ്ടമായല്ലേ? വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സൈനിങ് ഓഫ് MDC.